ഈശോമിശിഹായിൽ പ്രിയപ്പെട്ടവരെ, 11 തിരുവചനങ്ങളുള്ള 63-ാമത്തെ സങ്കീർത്തനം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നു. ജീവിതത്തിൽ ദൈവത്തെ വാഴ്ത്തും എന്നതിനെക്കുറിച്ചാണ് സങ്കീർത്തനം പറയുന്നത്. കൃതജ്ഞതയുടെയും പ്രത്യാശയുടെയും ചേർന്ന ഒരു വിലാപ ഗാനമാണ് ഇതെന്ന് നമുക്ക് പറയാൻ പറ്റും. ദൈവം അതുപോലെ അഭിഷിക്തനും തമ്മിലുള്ള അഗാധമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെതാണ് ഈ സങ്കീർത്തന ഭാഗം. ദൈവവുമായിട്ടുള്ള അഗാധ ബന്ധത്തിന്റെ പ്രാർത്ഥനകളാണ് ഈ സങ്കീർത്തനം മുഴുവനും പറയുന്നത്. ദേവാലയത്തിൽ ദൈവത്തെ ദർശിക്കുന്നതിനുള്ള ആഗ്രഹം, മരുഭൂമിയിലൂടെ ഒരു ദാഹാർത്തിയായിട്ട് വരുന്ന മനുഷ്യൻ എപ്രകാരമാണ് മരുപ്പച്ച കണ്ടെത്തുന്നത് പോലെ വിവരിക്കുന്നുവോ ആഗ്രഹിക്കുന്നുവോ അതിനെ പോലെ തുല്യമായിട്ടാണ് ഈ സങ്കീർത്തകൻ പറയുന്നത്. മരുപ്പച്ച കണ്ടെത്തുന്ന മനുഷ്യനോട് ഉപമിച്ചിരിക്കുകയാണ്. ദൈവമാണ് സങ്കീർത്തകന്റെ സഹായമെന്ന് നിരന്തരം ഏറ്റുപറയുകയാണ് ഇവിടെ. ദൈവഭക്തന് നാശം വരുത്തുവാൻ ആഗ്രഹിക്കുന്നവര് നിരന്തരം ദുഃഖങ്ങൾ വാങ്ങിക്കൂട്ടുമെന്ന് സങ്കീർത്തകൻ പറയുന്നു. ദൈവ ഐക്യമാണ് മനുഷ്യജീവിതത്തിന്റെ ശക്തി തരുന്നത്. ദൈവമാണ് നമ്മളുടെ കൂട്ടുകാരൻ. അതിലൂടെ മാത്രമേ മനുഷ്യന് സുരക്ഷിതനായിട്ട് ജീവിക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ചിന്ത, നമ്മുടെ പെരുമാറ്റം, ഇതിലൊക്കെ ദൈവീകത പ്രകടമാകണം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ നിരന്തര സ്മരണ ഞങ്ങളെ ഉണർത്തണം ഇന്നത്തെ ദിവസം. അതിലൂടെ നിരന്തരം ഞങ്ങൾക്ക് നന്മ പ്രവർത്തിക്കാനുള്ള കഴിവ് തരണം. ഇന്ന് ഞങ്ങളുടെ എല്ലാ ചിന്തയിലും പെരുമാറ്റത്തിലും കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ ബോധ്യം ഞങ്ങൾക്ക് ഉറപ്പിക്കണം. നമുക്കതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസത്തിൽ ദൈവം സമൃദ്ധമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.